എല്ലാരും കാണണം. സൂപ്പറായിരുന്നു. മമ്മൂട്ടിയൊക്കെ സൂപ്പർ. എന്ത് കിട്ടി? നല്ല കിട്ടിയ പടം പൊളി. ഒരു രക്ഷയില്ല, അടിപൊളി പടമാ. സെക്കൻഡ് ഹാഫ് പറയാണല്ലോ ഒരു രക്ഷയില്ല. നമുക്കടെ ഒരു കാർ ചേസിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാ. ഒരു പാർക്കിംഗ് രീതിയുണ്ട് കാർ ചേസിംഗ്. ആ കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, എന്റെ ഫോണിന് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണോ. നമുക്കൊക്കെ ഒപ്പം നിൽക്കുന്ന വില്ലനും അന്യ വില്ലൻ. വലിയ സൈസൊന്നുമില്ല പുള്ളി, പക്ഷെ അന്യ വില്ലനാണ് പുള്ളിയുടെ ആക്ടിങ്ങിലൂടെ. പിന്നെ നമുക്കോടെ ഒരു ഇടിയോടെ കിൻഡൽ ഇടിയ, ഒറ്റ ഇടിക്കുക 5 കഷമായി പോകും. അതിനോട് ഇടിയ പവറോടെ സ്ക്രീൻ ബസ് ലെവലാ, വേറെ ലെവലാ പടം. നമുക്ക് പൊളിച്ചടിക്കുക. ഞാൻ ഒട്ടും പരിചയപ്പെടുമല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളി പടം, കിടില പടം. ഡയറി അടിക്കരുത്, ഒന്ന് നോക്കട്ടോ. പടം കണ്ടിട്ട് പറ. എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു ഞാനെന്ത് പറയാനാ. ഹാപ്പിയാണ്, ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ കേട്ടിട്ട് ഹാപ്പിയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. അടിപൊളിയായിരുന്നു പടം, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിച്ച് ഒരു സാധാരണ യൂസ്ഡ് സ്റ്റോറി പോലെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ആ വില്ലൻ രാജ്ബി ഷെട്ടി നൈസാല മമ്മൂട്ടിയും ആ വില്ലനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസും, അല്ലെങ്കിൽ ആ കാർ ഫൈറ്റ് മാത്രമുള്ള പടത്തില്ല, ആ ഫൈറ്റിനെല്ലാം ഓരോ ഫൈറ്റും ഒന്നിനൊന്നും വെച്ചോളും. അടിപൊളിയായിരുന്നു. ശരിക്കും ഞാനിങ്ങനെ വണ്ടറടിച്ചിരുന്നു പോയി കുറേ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്. ശരിക്കും ഇത്രയും എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചു പോയി. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. സോ എനിക്ക് മൊത്തത്തിൽ പടം അടിപൊളിയായിരുന്നു. ഇതിൽ ഭാഗമാകാൻ പറ്റത് ഭയങ്കര സന്തോഷം. അത് തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ നിരഞ്ജന എന്ന് പറയുന്നതാണ് എൻ്റെ ക്യാരക്ടർ. സോ പിന്നെ അഞ്ജനയുടെ സിസ്റ്ററായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഒരു ലോങ് സംഭവം ആദ്യമായിട്ടാണ്, ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ ഞാൻ 5ാം പാതിരിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്നത് നായികൻ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ്. അതും എന്താ പറയുക, പുള്ളിക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്. അൺബിലീവബിൾ ആയിട്ടുള്ളൊരു മൂവി. എല്ലാവരും ബിജിഎം ആ ഒരു കറക്റ്റ് സമയത്ത് വരുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് ആണ്. എസ്പെഷ്യലി ലാസ്റ്റ് സീനൊക്കെ എന്താ പറയുക, ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. ഇപ്പോൾ അത് ലാസ്റ്റ് സീൻസിൻ്റെ മാർഷ്യൽ ആർട്സിൻ്റെ ഫൈറ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടത്. എസ്പെഷ്യലി ഈ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ലവ് യു മമ്മൂക്ക. സെക്കൻഡ് പാർട്ടിന് സാധ്യത ഉണ്ട് ഉറപ്പായിട്ടും. ഒരു രക്ഷയില്ല, പക്ക മാസ് ഫാമിലി എന്റർടൈനറാണ്. കൊടുക്കുന്ന കാശിന് വർത്താണ്. മമ്മൂക്ക 72കാരൻ്റെ അഴിഞ്ഞാട്ടം തുടക്കം മുതൽ എൻഡിങ് വരെ മമ്മൂക്ക തകർത്തിരിക്കുകയാണ്. മമ്മൂക്കയുടെ കട്ടയ്ക്കുന്നത് രാജ്ബി ഷെട്ടി. എൻ്റെ പൊന്നെ, ഇമാതിരി ഒരു വില്ലനെ ലേറ്റസ്റ്റ് ആയിട്ട് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നൊരു വില്ലൻ. ക്ലൈമാക്സിന് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരു സ്റ്റാറാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരാൻ പോകുന്നത്. റോമാൻറ്റിഫിക്കേഷൻ ആയിട്ട് കൊടുക്കുന്ന കാശിന് വർത്താണ് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം. അത് കൂടെ ഒന്നും പറയാനില്ല, സൂപ്പറാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.